ഇലകളിലൊക്കെയാണ് ലീഫിലൊക്കെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 ml ആണ് 2 ml ഇതിൻ്റെ എടുക്കുക. അതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് അത് അടിച്ചു കൊടുക്കുക. അതല്ല നമ്മളിപ്പോൾ അതിൻ്റെ കടയിലൊക്കെയാണ് ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ 5 ml എടുക്കുക, അതിൽ 1 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. പിന്നെ ഇതിപ്പോൾ എടുത്തു വെക്കുന്നത് സൂര്യപ്രകാശം അധികം അടിക്കാത്ത സ്ഥലങ്ങളിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷേ റിസൾട്ട് അടിപൊളി റിസൾട്ടാണ് നമുക്ക് അല്ലേ. നമസ്കാരം, ഇഞ്ചിമിഠായിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് അമിനോ ആസിഡ് ആണ്. നമ്മുടെ വീട്ടിൽ ഇവിടെ ടെറസിൽ നമ്മൾ കുറച്ചും കൂടി കൃഷി ആയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അതിൻ്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെറിയ രീതിയിൽ ടെറസിൻ്റെ മുകളിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊരു എക്സ്പാൻഷൻ ചെയ്യണം, അതിൻ്റെ ഗ്രോ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കണം. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഈ ഉള്ള ഇതിന് തന്നെ കുറച്ച് എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ വളരാനും അതുപോലെ കായ്ക്കാനും ഒരു എന്താ പറയുക പഴത്തിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവാനായിട്ട് ഈ ഒരു സംഭവം അടിപൊളിയാണ്. അതാണ് ഫിഷ് അമിനോ ആസിഡ്. അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാകെ 2 സാധനം ആവശ്യമുള്ളൂ. ഒന്ന് മീൻ വേണം, പിന്നെ കുറച്ച് ശർക്കരയും വേണം. അത് രണ്ടും ഒരേ അളവിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മളിതിൽ ഇന്ന് എടുത്തിരിക്കുന്നത് മത്തി, അയില, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഫിഷിൻ്റെ ഒക്കെ വേസ്റ്റ് ഞങ്ങൾ ഫുള്ള് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ചിലർ മുഴുവനായിട്ട് മീൻ 1 കിലോ മീനിന് 1 കിലോ ശർക്കര അങ്ങനെയാണ് അതിൻ്റെ പ്രപ്പോർഷൻ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് കുറേ നേരം ഒരുങ്ങി കിട്ടി നിൽക്കുന്നു. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുക, അതുകൊണ്ടാണ് ഈ ഒരു കോലത്ത് നിൽക്കുന്നത്. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ മീനിന്റെ വേസ്റ്റുകളാണ് കുറേ കാലങ്ങളായിട്ട് ഉള്ള മീനുകളുടെ നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ എടുത്ത് വേസ്റ്റ് ഉള്ളത് മീൻ നമ്മൾ മേടിക്കുന്ന മീൻ കട്ട് ചെയ്തിട്ടുള്ള വേസ്റ്റുകൾ കളയണ വേസ്റ്റുകൾ ഉണ്ടല്ലോ, അത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരുമിച്ച് നമുക്ക് കുറച്ച് ഇതാവുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കുറച്ചും കൂടി ഫില്ല് ചെയ്യാനുണ്ട്. നമുക്ക് ഗ്രോ ബാഗ്സ് ഒക്കെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു നല്ല വളം ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുണ്ട്, അതും തികയില്ല. അപ്പം അതിൻ്റെ കൂടെ പക്ഷേ അത് യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും നമുക്ക് നല്ല റിസൾട്ട് ഉള്ള കാരണമാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കിയതാണ്, അതിൽ നല്ല എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്കും നല്ല എഫക്റ്റീവായിരിക്കും. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണിത്. ഉണ്ടാക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന് പറഞ്ഞു കൊടുത്തത് നമ്മളിതിൽ തിലാപ്പിയ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഇതിൽ പടുതാകുളത്തിലത്തെ ചിലതിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, വളരെ കുറച്ച്. പക്ഷേ മെയിൻലി നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മത്തി മാത്രമാണ്. മത്തിയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഈ പറഞ്ഞോണം അതേ അളവിൽ തന്നെ ശർക്കര വേണം. ഇത് രണ്ടതിൽ ആവശ്യമുള്ളൂ. അത് അല്ലേ, ഞാൻ അടിച്ചു പൊട്ടിക്കാം. അടിച്ചു പൊട്ടിക്കാൻ നിങ്ങൾ ഭയങ്കര മിടുക്കനാണല്ലോ. പിന്നെ നമുക്ക് സെബിച്ചേട്ടൻ, നമ്മൾ മറ്റേ മാളയിൽ പോയിപ്പോൾ സെബിച്ചേട്ടൻ്റെ വക കുറച്ച് ടിപ്സുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം അതൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇടിവെട്ടൊക്കെ ഉണ്ടല്ലോ എവിടെയൊക്കെയോ, അതെടുക്കാം. ഞങ്ങളിപ്പോ ഓരോ സൈഡിൽ നിന്ന് ഇതൊരു പൊട്ട ഡപ്പയാണ്. ഇതൊരു പൊട്ട അത്ര വലിയ നല്ലതല്ലാത്തൊരു ഡപ്പ, പക്ഷെ നല്ലതായിട്ട് വായു സഞ്ചാരം ഇല്ലാത്തൊരു ഡപ്പയാണ്. അതിലാണ് ഇട്ട് വെക്കുന്നത്. പക്ഷെ ഒരുവിധം ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പണി കുറച്ചും കൂടിയും എളുപ്പമാക്കാം. നമുക്ക് ഫാസ്റ്റായിട്ട് ഒരു ലെയർ ശർക്കര ഇടുക. ഒരു ലെയർ ശർക്കര ഇട്ടു. അതിനുശേഷം ഒരു ലെയർ മീൻ. നമ്മൾ വേസ്റ്റ് ഇടാം. കണ്ടില്ലേ, പക്കാ വേസ്റ്റാണ്. നമ്മൾ കളയണ സാധനമാണ്. അതൊക്കെ നമുക്ക് ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള വളമൊക്കെ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഒരു ദിവസം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കണ്ടില്ലേ, നമ്മുടെ തിലാപ്പിയ കണ്ടില്ലേ, തിലാപ്പിയ. ഇപ്പോൾ നമ്മൾ ഒരു ലെയർ ശർക്കര ഇട്ടു, ഒരു ലെയർ മീനും ഇട്ടു. ഇനി ഒരു ലെയർ ശർക്കര വീണ്ടും ഇടണം.
പാത്രം ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഭയങ്കര നീറ്റായിട്ടുള്ള പാത്രത്തിലാണ്. ഇപ്പം ഞങ്ങളൊരു വൃത്തിയുണ്ട് ആ പാത്രത്തിന്, ഉൾവൃത്തിയുണ്ട്, ഉണങ്ങിയിട്ടുള്ള പാത്രമാണ്, അതിലാണ് ഇട്ടിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര നല്ല പാത്രം എടുത്തിട്ട് ചെയ്യണമെന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു നല്ല അടച്ചുറപ്പുള്ളൊരു പാത്രം, ഹോളില്ലാത്തത്, അതാണ് വേണ്ടത് ഇതിന് മസ്റ്റായിട്ട്. ഫിഷ് അമിനോ ആസിഡ്, അമിനോട്ടിക് കണ്ടൻറ്റും പിന്നെ അതുപോലെ തന്നെ നൈട്രജൻ, കൂടുതൽ ഗ്രോത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ വരുന്നത്. പിന്നെ എനിക്ക് അതിൻ്റെ വലിയ സയൻറ്റിഫിക് സൈഡൊന്നും ഞാൻ പോയിട്ടൊന്നുമില്ല, ഇത്രയാണ്. പക്ഷേ ഇത് നൈട്രജൻ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കൂടുതൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഗ്രോത്തിൻ്റെ സമയത്ത്, ഗ്രോത്തിനാണ് ഇത് കൂടുതൽ നൈട്രജനാണ്. അപ്പോൾ ബ്ലൂം ചെയ്യാൻ നിൽക്കുന്ന സാധനങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓർക്കിഡ്സ് പോലെ തന്നെ ബ്ലൂം ചെയ്യാൻ നിൽക്കുന്നതാണെങ്കിൽ ബ്ലൂമിങ് സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ ഫോസ്ഫറസ് കണ്ടൻറ്റ് അല്ല, ഇതിൽ നൈട്രജൻ കണ്ടൻറ്റാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഗ്രോത്തിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഗ്രോത്ത് സ്റ്റേജിൽ, അതുപോലെ സോയിലിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ചൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള ഗ്രോത്തിനൊക്കെ നന്നായി ഹെൽപ്ഫുൾ ആവും. പിന്നെ സ്റ്റാർട്ടിങ് കീടങ്ങൾക്കൊന്നും കീടശല്യത്തിനൊക്കെ നല്ലതാണ്. ഇത് രണ്ട് രീതിയിൽ ഒഴിക്കാന്നുണ്ടല്ലേ, അതായത് ലീഫും ഒഴിക്കാതെ അല്ലെങ്കിൽ പിന്നെ അതിന്റെ മണ്ണിലും ഒഴിക്കാൻ പറ്റുന്നതാണ്. അതായത് രണ്ടളവുണ്ട്. ഇത് എനിക്ക് മനസ്സിലായി, ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് അളവ് എങ്ങനെയാണെന്ന് മനസ്സിലായത്. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് നല്ല സക്സസ് റേഷ്യോ ആണ് കേട്ടോ എല്ലാവരും പറയുന്നത്. ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നല്ല സക്സസ് റേഷ്യോ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല യൂസ് ചെയ്ത എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ്. അപ്പോൾ പലർക്കും അറിയണ്ടായിരിക്കും. പിന്നെ ഈ മീനും ഇതും നമ്മൾ ഇട്ട് വെച്ചിട്ട് പൊട്ട നാറ്റമായിരിക്കും എന്ന് വിചാരിക്കും. ഇത് ഇട്ട് വെക്കുമ്പോഴത്തെ നാറ്റേ ഉള്ളൂ, ഇതിൻ്റെ ഔട്ട്പുട്ടിന് നാറ്റമൊന്നുമില്ല, അല്ല സ്മെല്ലില്ല, മോശം സ്മെല്ലല്ല. പറഞ്ഞത് കുറച്ച് വൾഗറായിപ്പോയി. എന്നുവെച്ചാൽ നല്ല ഒരു ഫ്ലേവറാണ് വരിക, നല്ല കഷായത്തിൻ്റെയൊക്കെ സ്മെല്ലാട്ടോ വരിക. നല്ല എന്താ പറയുക, നെല്ലിക്ക ആസവം അങ്ങനത്തെ കഷായത്തിനൊക്കെ ഈ ശർക്കര കൂടുതൽ ഇടുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടാവില്ല. ശർക്കര കൂടുതൽ ഇടുമ്പോൾ അങ്ങനെ കൂടുതലല്ല, ഈക്വൽ പ്രൊപ്പോർഷനാണ് വരിക. അപ്പോൾ ആ ഒരു നല്ല സ്മെല്ലാണ് വരിക. പക്ഷേ മീനിൻ്റെ പൊട്ട അങ്ങനെ ഇതല്ല. ചാളയൊക്കെ ആകുമ്പോൾ കൂടുതൽ നമുക്ക് അയ്യോ ഭയങ്കര മണമായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുക, അതല്ല, നല്ല സ്മെല്ലാണ് വരിക. പക്ഷേ ഇപ്പം കീടങ്ങളെയൊക്കെ അകറ്റാനായിട്ട് അത് വളരെ നല്ലതാണ്. അതെ. ഓൾമോസ്റ്റ് ഇതിന്റെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളിത് നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അടച്ചു വെക്കണം. എയർ കടക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുകളിലൊരു നമ്മൾ മറ്റേ വൈനൊക്കെ ഇടുമ്പോൾ കെട്ടി വെക്കണം, ഒരു തുണിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പക്ക എയർ ടൈറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കണം. അങ്ങനെ കെട്ടി വെക്കണം. അതിനുശേഷം ഒരു 6 to 10 days അതിനിടയിൽ നമ്മൾ ഒരു വട്ടം കൂടി ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ 30 to 35 days ആകുമ്പോൾ മാത്രം ഇത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കും ഇതിൻ്റെ റിസൾട്ട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. കുറച്ച് അരിച്ചെടുക്കേണ്ടി വരും. നല്ല രീതിയിൽ നമ്മളൊരു തുണിങ്ങ വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ നന്നായിട്ട് അരിച്ച് പിഴിഞ്ഞെടുക്കേണ്ടി വരും. അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അത് മാത്രമല്ല അതിൽ ആ വരുന്ന വേസ്റ്റും നമുക്ക് യൂസ് ചെയ്യാം. നല്ല ചെടികളുടെയൊക്കെ അടിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വളം തന്നെയാണ്. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ റിസൾട്ട് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ വരാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അത് കാണിക്കാൻ മാത്രമേ ഇല്ല ഇതിലിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇലകളിലൊക്കെയാണ്, ലീഫിലൊക്കെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 ml ഇതിൻ്റെ എടുക്കുക. അതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് അത് അടിച്ചു കൊടുക്കുക. അതല്ല നമ്മളിപ്പോൾ അതിൻ്റെ കടയിലൊക്കെയാണ് ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ 5 ml എടുക്കുക, അതിൽ 1 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. പിന്നെ ഇതിപ്പോൾ എടുത്തു വെക്കുന്നത് സൂര്യപ്രകാശം അധികം അടിക്കാത്ത സ്ഥലങ്ങളിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷേ റിസൾട്ട് അടിപൊളി റിസൾട്ടാണ് നമുക്ക്, അല്ലേ? വേറെന്താ പറയാനുള്ളത്? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ എപ്പിസോഡിൽ ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്കും ആവശ്യമുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഇത് അറിയണ്ടായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ടായിരിക്കും. അവർക്കിത് ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സമയം കളയുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാൻ ഡ്രസ്സിലായില്ലേ? ഡ്രസ്സിന് ചേഞ്ച് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റിലൂടെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ശരി. അപ്പോൾ ഓക്കെ, ബൈ.